നമസ്കാരം. കൊല്ലവർഷം 1202 എല്ലാവർക്കും സ്വാഗതം നേരുകയാണ്. ആയില്യം നാളുകാർക്ക് 1202 പുതുവർഷം അത്ര ഗുണകരമൊന്നും ആയിരിക്കത്തില്ല ആരംഭത്തിൽ. പിന്നീട് മാറ്റം ഉണ്ടാകും, നന്നായിട്ട് നല്ല പുരോഗതിയും ഉണ്ടാകും. പക്ഷേ തുടക്കം കുറച്ച് ശ്രദ്ധിക്കണം. സാമ്പത്തിക സ്ഥിതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും, ധനനഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. പണമിടപാടുകൾ ശ്രദ്ധിച്ച് ചെയ്യണം. ബിസിനസ് ആവശ്യങ്ങൾക്ക് പണം മുടക്കുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധ വേണം. പുതിയ ഗൃഹനിർമ്മാണത്തിന് പൈസ മുടക്കുന്നുണ്ടെങ്കിലും പാഴ്ചെലവുകളൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിച്ച് ചെയ്യണം. വസ്തു വാങ്ങാൻ പണം മുടക്കുന്നുണ്ടെങ്കിൽ ആ വസ്തുവിനെപ്പറ്റി നല്ല വിശദമായി അന്വേഷിക്കുകയും ഇടപാടുകൾ വളരെ ശ്രദ്ധയോടെ നടത്തുകയും വേണം. വാഹനം വാങ്ങുമ്പോഴും അതിൻ്റെ നിലവാരമെല്ലാം ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കുറച്ച് തടസ്സങ്ങളൊക്കെ വരും, കാലതാമസവും വരാം. എങ്കിലും പരിശ്രമം ശ്രദ്ധയോടെ തുടരുക. ഉദ്ദേശിക്കുന്നത്ര വേഗതയിൽ നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നില്ല. നിലവിലുള്ള കർമ്മരംഗത്ത് പല മാറ്റങ്ങളും ഉണ്ടാകും, അതൊന്നും നല്ലതാകണമെന്നില്ല. വിവിധ മേഖലകളിൽ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മന്ദത, പരാജയങ്ങൾ ഇതിനൊക്കെ സാധ്യതയുണ്ട്. കരുതലോടെ മുമ്പോട്ട് പോവുക. നിങ്ങളുടെ കർമ്മരംഗത്തെപ്പറ്റി പഠിച്ചു വേണ്ടത് ചെയ്യുക. വിദേശ രാജ്യങ്ങളിൽ പോകാൻ ശ്രമിക്കുന്നവർ നല്ല കരുതലോടെ തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ശ്രമങ്ങളിൽ നഷ്ടങ്ങൾ വരാം. വിദേശ രാജ്യങ്ങളിൽ വിവിധ രംഗങ്ങളിൽ IT ആയാലും ബിസിനസ് ആയാലും ജോലി ചെയ്യുന്നവർ കരുതലോടുകൂടി മുമ്പോട്ട് പോകണം. നിങ്ങളുടെ ജോലിയിൽ ഒരു അശ്രദ്ധയുണ്ടായാൽ അത് നിങ്ങളുടെ തൊഴിലിനെ തന്നെ ബാധിക്കാം. സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുണ്ട്. തൊഴിൽപരമായുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ ഇടയുണ്ട്. പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് അവിടെ ഉണ്ടാകാം. അതുകൊണ്ട് കരുതലോടെ വേണ്ടത് ചെയ്യുക. കച്ചവടക്കാർ വളരെ സൂക്ഷ്മത പാലിക്കണം. നഷ്ടങ്ങൾ ഒരുപാടുണ്ടാകാം. കാര്യപരാജയങ്ങൾക്കിടയുണ്ട്. കസ്റ്റമർമാരുമായി അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും മുമ്പോട്ട് പോയെന്ന് വരില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ വളരെ ആലോചിച്ച് തീരുമാനമെടുത്ത് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യുക. വിവാഹ ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഉടനെ അത് നടക്കണമെന്നില്ല. കാലതാമസം വരാം, പല തടസ്സങ്ങളും വരാം. തീരുമാനമാകുന്നതിൻ്റെ അടുത്തെത്തിയിട്ട് വിട്ടുപോകാം. പ്രണയബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകാം. കുടുംബ ബന്ധങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാം. ദാമ്പത്യ ബന്ധങ്ങളിലും ക്ലേശങ്ങൾ വരാം. സംഭാഷണങ്ങളിൽ കരുതലും മിതത്വവും ശീലിക്കണം. എല്ലാ കാര്യങ്ങളിലും ആത്മനിയന്ത്രണം വെച്ച് പുലർത്തണം. എല്ലാവരോടും ശാന്തതയോടെ ഇടപെടണം. എല്ലാ സാഹചര്യങ്ങളിലും ക്ഷമയോടെ നിൽക്കണം. ഇതൊക്കെ വളരെ ആവശ്യമുള്ള സമയമാണ് ഇത്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കരുത്. വളരെ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. കമ്പനി മാറാൻ നോക്കരുത്. ഇപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് വേണം ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലും മറ്റും ജോലി ചെയ്യുന്നവർ ഇപ്പോൾ ഒരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നത് ഗുണമാവില്ല. ഒരല്പം കഴിഞ്ഞാൽ, ഏതാനും ചില മാസങ്ങൾ കഴിഞ്ഞാൽ അത് ആകാം. അതുവരെ ഒന്ന് കാത്തിരിക്കുക. ജീവിതത്തിൽ വളരെ സൂക്ഷ്മതയോടെ ചെയ്യുക. കുടുംബപരമായി കാവുകളോ മറ്റാരാധനാ സ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ ഗുണദോഷ ചിന്തയൊക്കെ ചെയ്ത് വേണ്ട പ്രായശ്ചിത്ത പരിഹാരങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. സമഗ്രവും സമ്പൂർണവുമായ വ്യക്തിപരമായ രാശിചിന്ത ചെയ്ത് ഏറ്റവും നല്ല പരിഹാരങ്ങൾ കണ്ടെത്തി നടപ്പിലാക്കുന്നതായാൽ എല്ലാ പുരോഗതിയും നിങ്ങൾക്ക് കൈവരും. മഹാക്ഷേത്രങ്ങളിൽ തീർത്ഥാടനം നടത്തുവാനുള്ള യോഗവുമുണ്ട്. വെറുതെ 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയല്ല ഉദ്ദേശിക്കുന്നത്. പകരം മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും ആത്മീയമായും ആരോഗ്യപരമായും സാമ്പത്തികമായും കർമ്മപരമായും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള വിശിഷ്ട ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന മഹാസന്നിധികൾ പലതും ദൂരദേശങ്ങളിലുണ്ട്. അവയെപ്പറ്റി വേണ്ടത്ര ധാരണയില്ലെങ്കിൽ അറിവുള്ളവരോട്
ചോദിച്ച് അറിഞ്ഞ് അങ്ങനെയുള്ള പ്രധാന പിൽഗ്രിം സെൻ്ററുകളിൽ, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ദർശനം നടത്തി വന്നാൽ ഒട്ടേറെ പ്രയാസങ്ങളെ മറികടന്ന് നല്ല വിജയം നേടാം.